സെക്സ് ഡിസാഗ്രിഗേറ്റഡ് ഡേറ്റ നോക്കുമ്പോൾ പരീക്ഷ എഴുതിയ ആൺകുട്ടികളുടെ എണ്ണം 2,10,727. അവരിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയത് 2,08,474, 2,08,474. 98.93% ആൺകുട്ടികൾ SSLC പരീക്ഷ എഴുതിയ 98.93% ആൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. പെൺകുട്ടികളുടെ കണക്ക് നോക്കുമ്പോൾ പരീക്ഷ എഴുതിയത് 2,03,563 പെൺകുട്ടികളാണ്. അവരിൽ 2,01,982, 2,20,19. ഫോൺ ഓഫാണ്. രമേശിൻ്റെ ഫോണായിരിക്കും. ഓക്കെ. ഇപ്പം പെൺകുട്ടികളുടെ കണക്കായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പരീക്ഷ എഴുതിയ പെൺകുട്ടികളുടെ എണ്ണം 2,03,563. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ പെൺകുട്ടികളുടെ എണ്ണം 2,01,982. അതായത് 99.22%, 99.22% പെൺകുട്ടികൾ, പരീക്ഷ എഴുതിയ പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ കണക്ക് നോക്കുമ്പോൾ 20,771 പെൺകുട്ടികൾ ഫുൾ A+ നേടി, 20,771. എന്നാൽ ഫുൾ A+ നേടിയ ആൺകുട്ടികളുടെ എണ്ണം 9,743. ഫുൾ A+ നേടിയ പെൺകുട്ടികൾ ഗേൾസ് 20,771, 20,771. ഫുൾ A+ നേടിയ ആൺകുട്ടികൾ 9,743, 9,743. അത് സ്ലൈഡ് കാണിച്ചിട്ടില്ലേ? ഓക്കെ, അത് ബുക്ക്ലെറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടല്ലോ. പെൺകുട്ടികൾ ഓക്കെ, ആൺകുട്ടികൾ ഫുൾ A+ നേടിയത് 9,743, 9,743. പെൺകുട്ടികൾ 20,771, 20,771. ഓക്കെ. പ്രൈവറ്റായിട്ട് SSLC പരീക്ഷ എഴുതിയതിൽ പഴയ സ്കീം പ്രകാരമാണ് പ്രൈവറ്റ് പരീക്ഷ എഴുതാൻ വിദ്യാർത്ഥിനികൾ ഉണ്ടായിരുന്നത്. 251 പേര് പ്രൈവറ്റായിട്ട് എഴുതിയതിൽ 189 പേർ വിജയിച്ചു. 75.3% അവരുടെ വിജയശതമാനം. 189, 189, 75.3% ആണ് അതിൻ്റെ പാസ് പെർസെൻറ്റേജ്. മൊത്തം വിജയം പരിശോധിക്കുമ്പോൾ വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട റവന്യൂ ജില്ല 99.72%. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല കുട്ടനാടാണ്, 100%. ഫുൾ A+ ശതമാനക്കണക്കിൽ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ A+ ഔട്ട് ഓഫ് ദി നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു റോഡ് ദി എക്സാം അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കൊല്ലം ജില്ലയാണ്. പിന്നെ ഫുൾ A+ ശതമാനക്കണക്കിൽ പരിശോധിക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് കൊല്ലം ജില്ലയാണ്. 11.6% of children who wrote the exam from Kollam got full A+. 11.6%. 11.6% of all the children who wrote the exam from Kollam got full A+. ഗൾഫ് സെൻറ്ററുകളിലെ പരീക്ഷാഫലം പരിശോധിക്കുമ്പോൾ ഗൾഫിൽ 7 പരീക്ഷാ കേന്ദ്രങ്ങളായിരുന്നു നമ്മൾ തയ്യാറാക്കിയിരുന്നത്. അവിടെ പരീക്ഷയ്ക്ക് അസസ് ചെയ്യപ്പെട്ടത് 631 കുട്ടികളാണ്. എല്ലാവരും ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയിട്ടുണ്ട്. ലക്ഷദ്വീപിലെ സെൻറ്ററുകളുടെ ഫലം പരിശോധിക്കുമ്പോൾ 9 പരീക്ഷാ കേന്ദ്രങ്ങളിലായിട്ട് 386 വിദ്യാർത്ഥിനികൾ പരീക്ഷ എഴുതി. 377 പേർ വിജയിച്ചു. 97.67% ലക്ഷദ്വീപിൻ്റെ വിജയശതമാനം. അവിടെ 6 സെൻറ്ററുകൾ 100% വിജയം കൈവരിച്ചിട്ടുണ്ട്. പിന്നെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ സെൻറ്റർ മലപ്പുറം എടരിക്കോടിൽ PKMMHSS 2030 കുട്ടികൾ 2030 വിദ്യാർത്ഥിനികളാണ് ആ സ്കൂളിൽ നിന്നും SSLC പരീക്ഷ എഴുതിയത്.
അവരിൽ 2026 കുട്ടികൾ വിജയിച്ചു. 99.08% ആണ് വിജയശതമാനം. ആ സ്കൂളിൽ നിന്നും 152 കുട്ടികൾക്ക് ഫുൾ A+ഉം ലഭിച്ചു. THSLC ടെക്നിക്കൽ ഹൈസ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് പരീക്ഷ ഈ വർഷം 47 പരീക്ഷാ കേന്ദ്രങ്ങളിലായിട്ടാണ് നടത്തിയത്. 2683 വിദ്യാർത്ഥിനികളാണ് THSLC പരീക്ഷ എഴുതിയത്. അവരിൽ 2649 പേര് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. 98.73% വിജയശതമാനം. അവരിൽ 130 കുട്ടികൾക്ക് ഫുൾ A+, എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിക്കുകയുണ്ടായി. നെക്സ്റ്റ്, ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള SSLC പരീക്ഷയിൽ ഈ വർഷം 29 കേന്ദ്രങ്ങളിലായിട്ട് 233 വിദ്യാർത്ഥിനികൾ പരീക്ഷ എഴുതി. അതിൽ 232 പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. അവരിൽ 14 പേർ എല്ലാ വിഷയങ്ങൾക്കും A+ഉം കരസ്ഥമാക്കിയിട്ടുണ്ട്. പിന്നീട് THSLC വിഭാഗത്തിൽ ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള പ്രത്യേക പരീക്ഷയിലും 2 പരീക്ഷാ കേന്ദ്രങ്ങളിലായിട്ട് 7 വിദ്യാർത്ഥിനികൾ പരീക്ഷയ്ക്കിരുന്നു. അവരിൽ എല്ലാവരും പരീക്ഷ പാസ്സായി വിജയം കൈവരിച്ചിട്ടുണ്ട്. 100% അവരുടെ ഇടയിലുള്ള വിജയശതമാനം. പിന്നെ ആർട്ട് ഹൈസ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് AHSLC പരീക്ഷ നമുക്കൊരു സെൻ്ററാണ് കേരള കലാമണ്ഡലം ആർട്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, വള്ളത്തോൾ നഗർ, ചെറുതുരുത്തിയിൽ. അവിടെ 74 കുട്ടികളാണ് പരീക്ഷയ്ക്കിരുന്നത്. 73 പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടി. 98.64% അവിടെ വിജയശതമാനം. പരീക്ഷയ്ക്കിരുന്ന എല്ലാ വിദ്യാർത്ഥിനികളും പരീക്ഷ പാസ്സായി 100% 100% വിജയം കിട്ടിയിട്ടുള്ള സ്കൂളുകളുടെ കണക്ക് നോക്കുമ്പോൾ സർക്കാർ സ്കൂളുകൾ 767 സർക്കാർ സ്കൂളുകൾക്ക് 100% വിജയം ലഭിച്ചു. എയ്ഡഡ് സ്കൂൾ മേഖലയിൽ 930 എയ്ഡഡ് സ്കൂൾസിന് 100% വിജയം ലഭിച്ചു. അൺഎയ്ഡഡ് സ്കൂളുകൾ 408 അൺഎയ്ഡഡ് സ്കൂൾസിന് 100% വിജയം ലഭിച്ചു. അങ്ങനെ ടോട്ടൽ നോക്കുമ്പം 2105 സ്കൂളുകൾക്കാണ് 100% വിജയം ഈ വർഷം ലഭിച്ചത്. ഏറ്റവും അധികം കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി 100% വിജയം നേടിയ സ്കൂളുകൾ പരിശോധിക്കുമ്പോൾ സർക്കാർ സ്കൂൾ ഗണത്തിൽ നടുവന്നൂർ ഗവൺമെൻറ് HSSൽ 600 കുട്ടികൾ 100% നേടി. ഏറ്റവും 600 കുട്ടികളും പരീക്ഷയ്ക്കിരുന്നു, 600 കുട്ടികളും വിജയിച്ചു. ഏറ്റവും അധികം കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി 100% വിജയം നേടിയ സർക്കാർ സ്കൂളിൽ മുന്നിൽ നിൽക്കുന്നത് നടുവന്നൂർ സ്കൂളാണ്. എയ്ഡഡ് സ്കൂൾ മേഖലയിൽ അത് AKN HSS കോട്ടൂർ 1356 കുട്ടികളാണ് അവിടുന്ന് പരീക്ഷ എഴുതിയത്. അൺഎയ്ഡഡ് സ്കൂൾ മേഖലയിൽ BYK റെസിഡൻഷ്യൽ സ്കൂൾ കടുങ്ങത്തുംകുണ്ട്, അവിടെ 281 കുട്ടികളാണ് പരീക്ഷയ്ക്ക് ഇരുന്നത്. ഇവിടെ എല്ലാ കുട്ടികളും പരീക്ഷ വിജയിച്ചു. BYK റെസിഡൻഷ്യൽ HS കടുങ്ങത്തുംകുണ്ട്